വളരെ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്ന കുഴപ്പമില്ല. എസ്പെഷ്യലി മറ്റേ നമ്മുടെ 3 ക്യാരക്ടേഴ്സിന് മരിച്ചുപോയ ആൾക്കാരെ കൊണ്ടുവന്ന് വളരെയധികം ടെക്നോളജിക്ക് ഭയങ്കരമായിട്ട് വരുന്നു. പിന്നെ എല്ലാം കണ്ടുപിടുത്തം വരുന്ന ഒരു സംഭവം മാത്രമാണ്. ഫ്രെയിംസ് എല്ലാം ടെക്നിക്കലി നല്ല ഇതായിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്ക്രിപ്റ്റും വിഷ്വൽ ട്രീറ്റായിട്ട് സിനിമാറ്റോഗ്രഫി കൊള്ളാം, മ്യൂസിക്കും കൊള്ളായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം വെച്ച് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ കണക്കല്ലേ ശങ്കറിൻ്റെ ബാക്കിയുള്ള ശിവാജിയും അന്യനുമൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു ഇന്ത്യ. സി ജി ചില സ്ഥലത്തൊക്കെ നമുക്ക് ഫസ്റ്റൊക്കെ കാണിക്കുമ്പോഴൊക്കെ ചില ഇതുണ്ട്. സിദ്ധാർത്ഥിൻ്റെ അഭിനയമൊക്കെ എല്ലാവരുടെയും കൊള്ളായിരുന്നു. സെക്കൻഡിലോട്ട് ഇത് തേർഡിലേക്കുള്ള ത്രീയിലേക്കുള്ള ഒരു ഹിന്റ് വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് പറഞ്ഞിട്ടുണ്ടല്ലോ അവർ അതിനകത്ത്. പക്ഷേ പ്രതീക്ഷിച്ച ട്രെയിലർ കാണിച്ചാൽ ശ്രദ്ധിച്ചില്ല. ഒന്ന് നമ്മുടെ വിവേക്, 2 നെടുമുടി വേണം. ഇവരെ രണ്ടുപേരെയും പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് സൂപ്പറായിട്ടുണ്ട്, അത് കിടിലമായിട്ടുണ്ട്. പിന്നെ ഏജ് ഡിഫറൻസ് കുഴപ്പമില്ലാതെ കാണിക്കുന്നുണ്ട്, അതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നമ്മുടെ സേനാപതിയെ ഇതിനകത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട്. ആ ഫസ്റ്റ് മേക്കപ്പും ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പടം കൊള്ളായിരുന്നു. ഏതാ അല്ല, ആക്ടിങ്ങിലൊന്നും കുഴപ്പമില്ല. വേണം ലെങ്ത് വേണമെങ്കിൽ കുറക്കാരെന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. തേർഡ് പാർട്ടുണ്ട്, അല്ലാതെ അത് വന്നാലേ ഇപ്പം എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് സ്റ്റോറി എന്താണെന്ന് അറിയാമല്ലോ. കറപ്ഷൻ ഒരു ഇത് തോന്നും കാണുമ്പോൾ. എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഞാൻ സിനിമയെ കുറിച്ചല്ല പറയുന്നത്, കറപ്ഷൻ എന്നുള്ള അത് ഇപ്പം നമ്മുടെ കൂടെയുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ നമ്മളവരെ ശിക്ഷിക്കാൻ വേണ്ടി നമ്മളത് നേർവഴിക്ക് ചെയ്യുമ്പം നമ്മുടെ ഫാമിലീസിനെ ബാധിക്കും. അതാണ് ഉദ്ദേശിച്ചത്. നല്ല പടം. ഇല്ല, എല്ലാം നൈസായിരുന്നു. എല്ലാം ശങ്കറിന്റെ ഡയറക്ഷൻ എല്ലാം അടിപൊളിയായിരുന്നു. പാട്ടും എല്ലാം നല്ലതായിരുന്നു. പ്ലേസ്മെന്റ് ഒക്കെ നല്ല, പാര സോങ് ഒക്കെ നൈസായിരുന്നു. അല്ല, എല്ലാം നല്ലതായിരുന്നു. മേക്കപ്പ് ഒന്നും വലിയ കുഴപ്പമില്ല. മീൻസ് നമുക്ക് ഇതായിട്ട് തോന്നുന്നുണ്ട്. കൊള്ളാം. നല്ലൊരാശയമാണ് പടത്തിന്. നല്ലൊരാശയമാണ്. ഉറങ്ങുന്നവരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഞാൻ ഉറങ്ങിയില്ല. പടത്തിന് നല്ലൊരു നടക്കാൻ കഴിയാത്ത, നടത്താൻ പറ്റാത്ത നല്ലൊരാശയം കമലഹാസൻ പങ്കുവച്ചു, അല്ലെങ്കിൽ ശങ്കർ പങ്കുവച്ചു. അത് ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുക്കുമെന്ന് കണ്ടറിയുക. കാരണം നമ്മളെല്ലാവരും എല്ലാ സർക്കാർ ഓഫീസിലും കൈക്കൂലി കൊടുക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യൻ 3 എന്ന് പറയുന്നൊരു ചിത്രത്തിൻ്റെ ട്രയലറായിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എല്ലാവരും എപ്പോഴും പറയുന്ന വാർത്തകളിൽ ഒരു വാർത്ത കണ്ട ഫീല് അല്ല, മറ്റേ വേറെ ഒന്നുമില്ല ഇതിനകത്ത്. 3ാം ഭാഗത്തിന് വേണ്ടി ഒരു 2ാം ഭാഗം അങ്ങനെയാണോ? 3ാം ഭാഗത്തിന്റെ ട്രെയിലർ. പിന്നെ നെടുമുടി വേണുവിനെ കാണാൻ പറ്റി, വിവേകിനെ കാണാൻ പറ്റി. അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് AI ആണെന്ന് പറയുമ്പോഴത്തേക്ക് AI ആയിട്ട് തോന്നുന്നുണ്ട്. അല്ലാത്തവർക്ക് അത് അവരായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഫീല് കിട്ടിയിട്ടുണ്ട്.